Welcome to Gradient. From the rainy forest to the permafrost എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. സോ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കാണുക. കാണാനായിട്ട് പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല എങ്കിലും കുറേ പേര് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എവിടെയെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ സൗണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. സൗണ്ട് ഇല്ല, പനിയാണ്, അത്ര സുഖമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ പെർമാഫ്രോസ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനുകളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്തത്, പഠിച്ചത്. അവിടെ കാണുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ ഫിനോമിനാസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ നാച്ചുറൽ വെജിറ്റേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവിടെയുള്ള ഹ്യൂമൻ ലൈഫിനെ പറ്റിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞ് പുതുതായിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരേണ്ട പോയിന്റുകളൊന്നും തന്നെ ഇന്നത്തെ ക്ലാസ്സിലില്ല. ബേസിക്കലി അവിടെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, തന്നേക്കുന്നു. ഞാനതൊന്ന് വായിച്ച് ഇത് ഈ പറയുന്ന പോലെ ഒന്ന് നോട്ടാക്കി ഒരു ഓർഡറിലാക്കി നിങ്ങൾക്ക് തരാം. സോ പഠിക്കുന്ന കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി എന്തായിരിക്കും, ഈസി ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ തുടങ്ങാമല്ലോ. നാച്ചുറൽ വെജിറ്റേഷൻ അല്ലേ, ഒരു സ്ഥലത്ത് സ്വന്തമായിട്ട് വളർന്നു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. അവിടെ സ്വന്തമായിട്ട് വരുന്ന ചെടികളെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം, നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണപ്പെടുന്ന റീജിയനാണ് നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ, അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിൽ നമുക്ക് എന്തുകൂടെ കിട്ടാറുണ്ട്, മഴയും കിട്ടാറുണ്ട്. അപ്പോൾ നല്ല മഴയും നല്ല വെയിലും കിട്ടുമ്പോൾ ചെടികൾ നല്ല രീതിയിൽ വളരും. അങ്ങനെ അവിടെ കാണുന്ന ചെടികളെ അല്ലെങ്കിൽ അവിടെ കാണുന്ന വനത്തെ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നൊരു പേര് പറഞ്ഞ് വിളിക്കും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ ഇക്വേറ്ററിൻ്റെ ഇരുവശത്തും വരുന്ന റീജിയൻ. അവിടെ കാണുന്ന മഴക്കാടുകൾ അതിനെന്ത് വിളിക്കും, റെയിൻ ഫോറസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സോ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ കാണപ്പെടുന്ന കാടിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റ്. രണ്ടും ശരി തന്നെയാണ്. അപ്പോൾ ഇതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നമുക്കറിയാം. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗത്തിൽ ഒന്ന് സൗത്ത് അമേരിക്കയാണ്, മറ്റൊന്ന് ആഫ്രിക്കയാണ്, പിന്നെ എവിടെയാണ്, നമ്മുടെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഒന്ന് നമ്മുടെ സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിൻ, ആമസോൺ നദിയും അതിൻ്റെ തീരങ്ങളിലും, വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്കയുടെ ഭാഗം, അതുപോലെ ഇന്തോനേഷ്യ, മലേഷ്യ പെനിൻസുല റീജിയനിലും ന്യൂ ഗിനിയയിലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ മാപ്പ് കണ്ട് പഠിച്ച കാര്യമാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ അല്ലേ. ഒന്ന് സൗത്ത് അമേരിക്കയിൽ അല്ലേ, നമുക്കിവിടെ മാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതിൽ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. എവിടെയൊക്കെയാണ് അതാ കണ്ടോ, സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിനിൽ, ആഫ്രിക്കയിലെ സെൻട്രൽ വെസ്റ്റേൺ ആഫ്രിക്കയിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഈ പറയുന്ന ഭാഗങ്ങൾ അല്ലെ, മലേഷ്യ, അതുപോലെ തന്നെ എന്താണ് പപ്പുവ ന്യൂ ഗിനിയയുടെ ഒക്കെ ഭാഗങ്ങളിലാണ് ഈ വനങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇനി ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എവർഗ്രീൻ ഫോറസ്റ്റുകളാകുന്നു. എന്തുകൊണ്ട് ഇവർ എവർഗ്രീൻ ആകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ വർഷം മുഴുവൻ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ വർഷം മുഴുവൻ മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, വ്യക്തമായിട്ടുള്ള ഒരു സമ്മർ സീസൺ ഇല്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു വിൻ്റർ സീസൺ ഇല്ല. അപ്പോൾ എല്ലാ സമയത്തും മഴ കിട്ടുന്ന കാരണം ചെടികൾ ഒരു സീസണിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യത്തില്ല, അവരുടെ ഇല കൊഴിക്കാറില്ല, ലീഫ് ഷെഡ് ചെയ്യാറില്ല. അങ്ങനെ ഒരു പ്രത്യേക സമയം ഇല കൊഴിക്കുമ്പോഴേ എന്ത് പറ്റത്തുള്ളൂ, നമ്മുടെ റബ്ബർ മരത്തിലൊക്കെ കാണുന്ന പോലെ അല്ലെ, ഒരു സമയം നോക്കുമ്പോൾ മരങ്ങളിലൊന്നും ഇല കാണത്തില്ല. അങ്ങനെയുള്ള നമ്മൾ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റുകൾ എന്തുകൊണ്ട് എവർഗ്രീൻ ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അല്ലെ, എന്തുകൊണ്ടായിരിക്കും. ഓക്കെ, as these processes occur year around in the tropical rainforest, they remain green throughout the year. Hence these rainforests are known as എന്താണ്, evergreen forest. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ മഴ എപ്പോഴും കിട്ടും. In this climatic region there is no particular season for shedding, flowering, ഫ്രൂട്ടിങ് ആൻഡ് ഷെഡിങ് ലീവ്സ്. കേട്ടോ, ഷെഡിങ് എന്നല്ല ഞാൻ വായിച്ചല്ലേ. സീഡിങ്ങിനോ ഫ്ലവറിങ്ങിനും അതുപോലെ ഫ്രൂട്ടിങ്ങിനും പ്രത്യേക സീസൺ ആയിട്ടൊന്നുമില്ല, എപ്പോഴും കാണും. അപ്പോൾ എപ്പോഴും ഇല കൊഴിയാറുണ്ട്. ഇല കൊഴിയുമ്പോൾ തന്നെ പുതിയ തളിര ഇലകൾ വരാറുമുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒരു സീസൺ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഈ പച്ചപ്പിൽ ഇങ്ങനെ ഹരിതാപയും പച്ചപ്പും ഒക്കെ ആയിട്ട് നിറഞ്ഞു തന്നെ ഇരിക്കും. അതുകൊണ്ട് അവരെ എന്ത് വിളിച്ചു, എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിച്ചു.
ഇതിൽ ആമസോണിലെ എവർഗ്രീൻ ഫോറസ്റ്റ് ഭയങ്കര ഫേമസാണ്. അത് നമ്മൾ സെൽവാസ് എന്ന് വിളിക്കും. സെൽവാസ് എന്ന് വിളിക്കുന്നത് എവിടെയാണ്? ആമസോൺ ബേസിനിലെ എവർഗ്രീൻ ഫോറസ്റ്റിനെയാണ്. എവിടെയാണ്? ആമസോൺ ബേസിനിലെ എവർഗ്രീൻ ഫോറസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽവാസ് എന്ന് വിളിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന മൊത്തം ഓക്സിജൻ പ്രൊഡക്ഷൻ്റെ വലിയൊരു പങ്കും ഈ പറയുന്ന ഫോറസ്റ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ലോക രാജ്യങ്ങളും, സൗത്ത് അമേരിക്കയിലാണെങ്കിലും എല്ലാ ലോക രാജ്യങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നത് ഈ ആമസോൺ കാടുകൾ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഈ ആമസോൺ കാടിൽ തീപിടുത്തം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നോക്കി, എവർഗ്രീൻ ഫോറസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഇവിടെ കാണുന്ന ഫോറസ്റ്റിനെ വിളിക്കുന്ന പേര് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നാണ്. ട്രോപ്പിക്കൽ റീജിയനിൽ കാണുന്ന മഴക്കാടുകൾ. ലൊക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നത്? ആമസോൺ ബേസിൻ്റെ ഭാഗത്തുണ്ട്, വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്കയിലുണ്ട്, ഇന്തോനേഷ്യയിലും മലായ പെൻസുല എന്ന് വെച്ചാൽ മലേഷ്യയുടെ ഭാഗത്തും ന്യൂ ഗിനിയിലുമാണ് കാണപ്പെടുന്നത്. അതിൽ തന്നെ ആമസോൺ കാടുകൾ വിളിക്കുന്ന പേര് സെൽവാസ് എന്നാണ്. അത് മറന്നു പോകരുത്. ആമസോൺ കാടുകൾ വിളിക്കുന്ന പേരാണ് സെൽവാസ്. എന്തൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. എന്ന് വെച്ചാൽ എന്താ? നോ ഫിക്സഡ് സീസൺ ഫോർ ലീഫ് ഷെഡിങ്, ഫ്ലവറിങ്, ഫ്രൂട്ടിങ് ഓർ സീഡിങ്. ഒന്നിനും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സമയമൊന്നുമില്ല. ഇത് എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു കാലമൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴും ചെടികൾ പച്ചപ്പിലായി തന്നെ നിൽക്കും. ഓൾസോ കോൾഡ് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇവരെ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നും വിളിക്കും, ഇക്വേറ്ററിൻ്റെ ഭാഗത്തായതുകൊണ്ട്. കണ്ടീഷൻ അറിയാം, ഹോട്ടും ഹ്യൂമിഡും ആയിട്ടുള്ള ഏരിയ ആണ്. എന്ന് വെച്ചാൽ നല്ല ചൂടും നല്ല മഴയും കിട്ടുന്ന ആയതുകൊണ്ട് തന്നെ ഇവിടെ വർഷം മുഴുവൻ മഴ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്? എവർഗ്രീൻ ആയിട്ടാണ് ഫോറസ്റ്റ് നിൽക്കുന്നത്. ഇനി ഇവിടെയുള്ള മരങ്ങളെ പറ്റിയിട്ടും ചെടികളെ പറ്റിയിട്ടും ഇതുവരെ പറഞ്ഞ കാര്യത്തിന് സംശയമൊന്നുമില്ലല്ലോ. ഒന്നുകൂടെ നോക്കി, എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റുകൾ? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ കാണപ്പെടുന്ന ഫോറസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. സെറ്റാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആമസോണിലും വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്കയിലും ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ മലേഷ്യ, ന്യൂ ഗിനിയ ഭാഗത്തും കാണപ്പെടുന്നു. അതിൽ ആഫ്രിക്കയിൽ ആമസോണിൽ കാണുന്നതിന് വിളിക്കുന്ന പേരാണ് സെൽവാസ്. എന്താണ്? സെൽവാസ്. ഇനി ഇവരെന്തുകൊണ്ട് എവർഗ്രീൻ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ളൊരു സീസൺ ഇല്ല, വർഷം മുഴുവൻ മഴ കിട്ടും. സോ എല്ലാ കാര്യവും എല്ലായ്പ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെയാണ്. ഇനി പറയാൻ പോകുന്നത് ഇവിടുത്തെ മരങ്ങളെ പറ്റിയാണ്. അല്ല, ഇവിടെ കാണുന്ന മരങ്ങൾ. ഇവിടുത്തെ മരങ്ങൾ നമുക്ക് 4-5ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, ഉയരം കൂടിയ ടോളായിട്ടുള്ള മരങ്ങളുണ്ട്, ക്ലൈംബറുകളുണ്ട്, ഈ വള്ളി ചെടികളുണ്ട്, എപ്പിഫൈറ്റുകളുണ്ട്. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ എന്താ? മറ്റ് ചെടികളെ സപ്പോർട്ടിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ചെടികളാണ് എപ്പിഫൈറ്റ്. പാരസൈറ്റ് അല്ല ഇവരെന്ത് ചെയ്യും? സപ്പോർട്ടിന് വേണ്ടി മാത്രം. ഓർക്കിഡ് പോലത്തെ ചെടികൾ അല്ലേ, നമ്മൾ ഓർക്കിഡിനെ മറ്റ് മരങ്ങളിലെ ചില്ലകളിലൊക്കെ കൊണ്ട് വയ്ക്കാറുണ്ട്. സപ്പോർട്ട് മതി, ഫുഡൊക്കെ അവർ സ്വന്തമായിട്ട് ഉണ്ടായിക്കോളും. പിന്നെ ഫേൺസ്, പുൽച്ചെടികൾ, നമ്മൾ ഈ പറയുന്ന വയലിൻ്റെ ഒക്കെ തീരെ സൈഡിലൊക്കെ കാണുന്ന പോലത്തെ പുല്ലുകൾ പോലത്തെ ചെടികൾ. പിന്നെ എന്താണ്? കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ മാംഗ്രൂവ്സ് ഒക്കെ ഇവിടെ കാണാറുണ്ട്. അതിൽ ഉയരം കൂടിയ മരങ്ങളിൽ വരുന്നതാണ് എബണിയുണ്ട്, മഹാഗണിയുണ്ട്, റോസ് വുഡുണ്ട്, സിങ്കോണയുണ്ട്. അത് നമുക്ക് മഹാഗണിയും റോസ് വുഡും എബണിയും ഒക്കെ കുറച്ച് പരിചയമുണ്ട്. സിങ്കോണെന്ന് അത്ര പരിചയമില്ല, എന്നാലും പഠിച്ചു വെച്ചോ. ഇവിടെ കാണുന്ന മരങ്ങളാണ് ഇതൊക്കെ. എബണി, മഹാഗണി, നീനി 2 എണ്ണം വരുന്നുണ്ട് അല്ലേ. റോസ് വുഡ്, സിങ്കോണ. ക്ലൈംബേഴ്സിൽ വരുന്നതാണ് ലിയാനാസ്. എൻ്റെ ഉച്ചാരണം അങ്ങനെയാണെന്ന് തോന്നുന്നു. എപ്പിഫൈറ്റ് വരുന്നത് ഓർക്കിഡ്, ഫേൺസും ഗ്രാസിലും വരുന്നത് ലലാങ്ക്. മാംഗ്രൂവ്സിനകത്താണെങ്കിൽ എന്തായിരിക്കും? ഈ പറയുന്ന നദീതീരങ്ങളിലുള്ള ബ്രാക്കിഷ് ആയിട്ടുള്ള വാട്ടറിലാണ് എന്ത് ചെയ്യുന്നത്? മാംഗ്രൂവ്സ് കാണുന്നത്. കടലും കരയും തമ്മിലൊക്കെ ചേരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് മാംഗ്രൂവ് കണ്ടൽ കാടുകൾ കാണപ്പെടാറുണ്ട്. നമ്മളിവിടെ സുന്ദർബൻ ഡെൽറ്റയിൽ നമുക്ക് ഇതുപോലെ എന്തുണ്ട്? ഈ പറയുന്ന മാംഗ്രൂവ് ഫോറസ്റ്റുകളുണ്ട്. ഇത്രയും മതി. ഇത്രയും മരങ്ങളുടെ ചെടികളുടെ പേരൊന്നും കാണാതെ അങ്ങ് പഠിച്ചു വയ്ക്കണമെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് 1-2 പേരെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇവിടുത്തെ ഫോറസ്റ്റുകളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ, ഒന്ന്, ഇവിടെ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് പലതരം അനിമൽസും മൃഗങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അല്ലെങ്കിൽ മലേഷ്യൻ ഫോറസ്റ്റ് നോക്കിയാൽ ഏതാണ്ട് 200ഓളം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ഭാഗത്ത് തന്നെ പല വെറൈറ്റി, അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പല ഉയരത്തിലുള്ള മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ 3ആയിട്ട് തിരിക്കാം അല്ലേ. ഒന്ന്, ലോ ലെയറിലുള്ള ചെടികളുണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെയർ ചെടികളുണ്ട്, അപ്പർ ലെയർ. ഇങ്ങനെ 3 ലെയറിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ചെടികൾ കാണുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഈ വനത്തിന് താഴെയുള്ള പുല്ലുകൾ അല്ലെങ്കിൽ ചതുപ്പുകളേക്കാൾ കൂടുതൽ ഉയരമുള്ള മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഫോറസ്റ്റ് ഹാസ് മൾട്ടിപ്പിൾ ലെയർ കനോപ്പി ഫോംഡ് ബൈ ദ ട്രീസ് ഓഫ് ഡിഫറൻറ്റ് ഹൈറ്റ്. അല്ലെങ്കിൽ ഇവിടെ പല ലെയറിലായിട്ടാണ് എന്ത്? ഫോറസ്റ്റ് കവർ അല്ലെങ്കിൽ ഈ വനം ഇങ്ങനെ കിടക്കുന്നത്. ഒന്ന് ഉയരം കൂടിയൊരു ഭാഗം ഉണ്ടാവും, അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ്, പിന്നെ ഇൻ്റർമീഡിയറ്റ് ഭാഗം ഉണ്ടാവും, അതിൻ്റെ ഭാഗത്തൊരു ലോ ലെയർ, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് കാണപ്പെടുന്നു. ഡെൻസ് ആയിട്ടുള്ള ഈ വെജിറ്റേഷൻ എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിതിനെ
ലങ്സ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടാറുണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റുകളെ നമ്മൾ ലങ്സ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടാറുണ്ട്. ആമസോൺ ഫോറസ്റ്റിനും ഇങ്ങനൊരു പേര് ഉണ്ട്. ബയോഡൈവേഴ്സിറ്റിയെ പറ്റി പറഞ്ഞു അല്ലേ. ഏതാണ്ട് 200ഓളം പ്ലാന്റുകൾ തന്നെ 1 ഏക്കറിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ മലേഷ്യയിലുള്ള കാടുകളിൽ. ഇനി ഈ ഭാഗത്ത് രീതി നടത്തിപ്പോകുന്ന ഒരു കൃഷി രീതിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഭാഗത്ത് നടത്തുന്ന ഒരു കൃഷി രീതിയെ വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ? ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അച്ഛൻ, ഒരു അമ്മ, 2, 3, 4 മക്കൾ, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു സ്ഥലം. ഇവർ ഈ ഫോറസ്റ്റ് ചെന്നിട്ട് ഒരു ചെറിയ പാച്ച് ഓഫ് ലാൻഡിനെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനവിടെ ഇട്ട് തീ കത്തിക്കും. സോ കട്ട് ചെയ്യുന്നതിനെ നമ്മൾ സ്ലാഷ് എന്ന് വിളിക്കും, കത്തിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ബേൺ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. ഇവിടെ നടത്തുന്ന ഒരു കൃഷി രീതിയാണ് ഈ പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയണിൽ നടത്തി വരുന്ന കൃഷി രീതിയുടെ പേരാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. എന്താ സംഭവം? ക്ലിയറിങ് ആൻഡ് അബൻഡൻഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? വനത്തിൻ്റെ ഒരു വലിയ ഭാഗം ഉണ്ടാവും. ആ ഭാഗത്തിൻ്റെ ഒരു വശത്തിന് ഇവരെന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ അതിനെ ഇട്ട് തീ കത്തിക്കും. ഇവിടെ നമുക്കതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പാഠമുണ്ട്. ഇതാ കണ്ടോ? അയ്യോ, എവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, നോക്കട്ടെ. ഇവിടെ തീ കണ്ടോ? ഇതുപോലെ എന്താണ്, ഒരു ഭാഗത്തിന് ഇതുപോലെ ഇവരും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും? തീയിട്ട് കളയും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? സ്ലാഷ് ആൻഡ് ബേൺ എന്ന് അഗ്രികൾച്ചർ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു കൃഷി ചെയ്യും. പക്ഷേ കൃഷി ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുള്ളൂ. വളവും കാര്യങ്ങളും ഒന്നുമില്ല. മണ്ണിൻ്റെ സ്വന്തമായിട്ടുള്ള ഫെർട്ടിലിറ്റി ഉള്ളതുവരെ അവർ കൃഷി ചെയ്യും. സോ ആ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുമ്പോൾ അവർ ആ സ്ഥലത്തിനെ ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉപേക്ഷിച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യും? വീണ്ടും ചെടികൾ വളർന്ന് അത് മറ്റൊരു ഫോറസ്റ്റ് പോലെയായിട്ട് മാറും. നമ്മളതിൻ്റെ സെക്കൻഡറി ഫോറസ്റ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സെക്കൻഡറി ഫോറസ്റ്റ്. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ സെക്കൻഡറി ഫോറസ്റ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെയുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഉള്ളതുകൊണ്ടാണ്. കാരണം അവർ ഇവിടെ ഉപേക്ഷിച്ച് പോയല്ലോ. അപ്പോൾ ഇവിടെയുള്ള ചെടികളൊക്കെ എന്ത് ചെയ്യും? ഒരുമിച്ച് വീണ്ടും വളർന്ന് അതൊരു സെക്കൻഡറി ഫോറസ്റ്റ് എന്ന് വെച്ചാൽ മൊത്തം ആദ്യത്തെ കാടുണ്ട്, അതിൻ്റെ ഇടയിൽ മറ്റൊരു ചെറിയൊരു ബാച്ച് ഓഫ് അല്ലെ പുതിയ കുറച്ച് ചെടികളൊക്കെ ആയിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു കാട് പോലെ വരും. അങ്ങനെ സെക്കൻഡറി ഫോറസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ മലേഷ്യയിൽ ബെലൂക്കാർ എന്ന് വിളിക്കും. മലേഷ്യ എന്ത് വിളിക്കും? ബെലൂക്കാർ എന്ന് വിളിക്കുന്ന ഇങ്ങനെ ഉണ്ടാവുന്ന സെക്കൻഡറി ഫോറസ്റ്റുകളാണ് എന്ത് വിളിക്കുന്നത്? ബെലൂക്കാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടുത്തെ മൃഗങ്ങളെ പറ്റി നമുക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താണ്? Shifting cultivation in this equatorial climatic region lead to the formation of secondary forest called Belukar in Malaysia. ഒറ്റ പോയിന്റ് നിങ്ങൾ ഒതുക്കിയാൽ മതിയാവും. ഇനി വരുന്നത് എന്തിലോട്ടാണ്? മൃഗങ്ങളിലോട്ടാണ്. മൃഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോന എന്ന് വിളിക്കുന്നത്. ഫ്ലോറ എന്ന് വെച്ചാൽ ചെടികൾ, ഫോന എന്ന് വെച്ചാൽ മൃഗങ്ങൾ. മൃഗങ്ങളിൽ നമുക്കിവിടെ പല വെറൈറ്റി ഓഫ് മൃഗങ്ങൾ കാണാൻ പറ്റും. എങ്കിലും ഇവിടെയുള്ള മൃഗങ്ങൾക്ക് ഒരു ജനറൽ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും മരത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് എന്ത് ഈ ഭാഗത്ത് കാണപ്പെടാറുള്ളത്. അതിന് നമ്മൾ അർബോറിയൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അർബോറിയൽ അല്ലെങ്കിൽ ബോറിയൽ എന്ന് പറയും. അപ്പോൾ അബോറിയൽ അല്ലെങ്കിൽ അർബോറിയൽ എന്ന് പറഞ്ഞ മൃഗങ്ങളുടെ പ്രത്യേകത അവർ ജീവിക്കുന്നത് മരങ്ങളിലാണ്. ഒറാങ്കുട്ടൻ, ഹൗളർ മങ്കി, ലെമൂർ, ട്രീ ബോസ്, കിങ്കാജു പടമുണ്ട്. പേടിക്കേണ്ട, ഇവരുടെയൊക്കെ പടമുണ്ട്. അതാ നോക്കിയോ. ഒറാങ്കുട്ടൻ നിങ്ങൾക്കറിയാം, ഹൗളർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരിയിടുന്ന കുരങ്ങൻ, ഓരിയിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ വരുന്നതാണ് എന്ത്? എമറാൾഡ് ട്രീ ബോവ, ഒരു പാമ്പാണ് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതാ കിടക്കുന്നു നമ്മുടെ കിങ്കാജു കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2-3 പാർട്ട് എന്തോ ഉണ്ട് മഡഗാസ്കർ. അതിലൊക്കെ ഞാൻ ഇതുപോലത്തെ ജന്തുക്കളെ കണ്ടിട്ടുണ്ട്. ഇത് ലെമൂർ, അല്ലെങ്കിൽ പണ്ട് അനിമൽ പ്ലാനറ്റ് ഡിസ്കവറി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴേ ചാനൽ ഉണ്ടോ എന്ന് അറിയില്ല, ഞാൻ കൊച്ചായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെയാണ് നമുക്കിങ്ങനെ ആഫ്രിക്കയിൽ ഇവിടെയൊക്കെയുള്ള ഈ മൃഗങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഇതിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേര് കിങ്കാജു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി. ലെമൂറിനെ നമ്മൾ പല സിനിമയിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന TV പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മൃഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു നോക്കിയേ. ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് റിച്ച് ഇൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് വൈൽഡ് ലൈഫ്. Because of the climatic characteristics of the region, most of the wildlife thrives in the trees. അതിനെയാണ് നമ്മൾ അർബോറിയൽ അനിമലുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്. നെക്സ്റ്റ് സഫീഷ്യൻ്റ് ആയിട്ട് നോക്കിയേ. Sufficient sunlight does not penetrate to the floor in this dense forest. Undergrowth is absent. എന്ന് വെച്ചാൽ
കണ്ടോ, മരങ്ങൾ ഇങ്ങനെ തിക്കായിട്ട് വളരുന്ന കാരണം സൂര്യപ്രകാശമൊന്നും എന്ത് ചെയ്യത്തില്ല, ഈ തറയിലേക്കൊന്നും എത്താത്തതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അണ്ടർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏറ്റവും അടിയിൽ കാണുന്ന ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഈ കാട്ടിലധികം കാണാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് ഹെർബിവോറസ് ദാറ്റ് ഫീഡ് ഓൺ ദ അണ്ടർ ഗ്രോത്ത് ആർ നോട്ട് കോമൺലി സീൻ. അതുകൊണ്ട് ഇവിടെ എന്ത് കാണാറില്ല, നമ്മൾ സാധാരണ കാട്ടിൽ കാണാറുള്ള മാനുകൾ പോലെയുള്ള ഹെർബിവോറസ് ആയിട്ടുള്ള മൃഗങ്ങൾ ഇവിടെ അധികം എന്ത് ചെയ്യാറില്ല, കാണാറില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതിനെ പിടിക്കുന്ന കാർണിവോറസ് ആയിട്ടുള്ള സിംഹവും പുലിയും ഒന്നും എന്ത് ചെയ്യാറില്ല, അതിവിടെ എന്ത് ചെയ്യാറില്ല, അധികം കാണാറില്ല. അപ്പം ഇങ്ങനത്തെ മൃഗങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാർണിവോറസും ഹെർബിവോറസും കുറവായത്? അണ്ടർ ഗ്രോത്ത് ഇല്ല, ഇവർക്ക് മരത്തിൽ കയറി പുല്ല് വരച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെ നിന്ന് കഴിക്കണം. പക്ഷെ താഴോട്ടൊന്നും വെയിൽ പോലും എത്തത്തില്ല, അത്ര നിബിഡമായ വനങ്ങളെന്നല്ലേ പറയാറല്ലേ. സൂര്യപ്രകാശം പോലും എന്ത് ചെയ്യത്തില്ല, പെനിട്രേറ്റ് ചെയ്ത് അകത്തേക്ക് വരത്തില്ല. പിന്നെ എങ്ങനെ വെയിലില്ലാതെ ചെടി വളരും? അതുകൊണ്ട് ഈ അടിഭാഗത്തൊന്നും ചെടി അധികം ഉണ്ടാവാറ് ഇല്ല, അതാണ് പറയുന്നത്. ഇനി നോക്കി, ബേർഡ്സിനകത്ത് പാരറ്റ് ഉണ്ട്, മക്കാവോ ഉണ്ട്. മക്കാവോ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ സാധനം മക്കാവോ കളർഫുള്ളായിട്ടിരിക്കുന്ന തത്ത സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഹോൺബില്ലും ടോക്കൻസ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാൻ നിന്നില്ല, എന്നാലും മനസ്സിലാക്കുക. റെപ്റ്റൈലുകളുണ്ട്, ട്രീ സ്നേക്ക്, അനാക്കോണ്ട, അലിഗേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഹിപ്പോപൊട്ടാമസിനെ പോലെയുള്ള ചതുപ്പിലൊക്കെ കഴിയുന്ന മൃഗങ്ങളും എന്താണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ. സെറ്റാണ്, ഓക്കെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രൗണ്ട് അനിമൽസ് കാണാത്തതിനുള്ള കാരണം ഞാൻ പറഞ്ഞു. സൂര്യപ്രകാശം വരത്തില്ല, അണ്ടർ ഗ്രോത്ത് ഇല്ല, അതുകൊണ്ട് ഹെർബിവോറസ് ഇല്ല, അതുകൊണ്ട് അതിനെ പിടിക്കുന്ന കാർണിവോറസും ഇല്ല. കഴിഞ്ഞു, മൃഗങ്ങൾ കഴിഞ്ഞു. ഇനി അതിലോട്ട് പോവുകയാണ്, മനുഷ്യന്മാരിലോട്ട് പോവുകയാണ്. ഓക്കെ ആണല്ലോ, അതുകൂടെ പറയാമല്ലോ, ഇതിൻ്റെ കൂടെ തന്നെ അതുകൂടെ അങ്ങ് തീർത്ത് വിടാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അറിയാമല്ലോ, മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന അത്ര നല്ലൊരു കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടൊരു സ്ഥലമല്ല ഇത് സ്പാഴ്സ്ലി പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ ഡെൻസിലി പോപ്പുലേറ്റഡിൻ്റെ ഓപ്പോസിറ്റാണ് സ്പാഴ്സ്ലി പോപ്പുലേറ്റഡ് എന്ന് വെച്ചാൽ ഇവിടെ അധികം ആൾക്കാരൊന്നും എന്ത് ചെയ്യുന്നില്ലടാ, താമസിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എങ്കിലും ഇവിടെ കുറേ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട്. ഏറ്റവും ഉദാഹരണം ആഫ്രിക്കയിലെ പിഗ്മീസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ ആമസോൺ ബേസിൽ കാണുന്ന ഇന്ത്യൻ ട്രൈബ്സ്. അപ്പോൾ കുറേ പേർക്ക് സംശയം വരും, സാറേ ഇന്ത്യൻ ട്രൈബ്സോ? എവിടെ ആമസോൺ ബേസിനല്ലോ? ആമസോൺ ബേസിൻ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലല്ലേ? ഈ സൗത്ത് അമേരിക്കയിൽ എങ്ങനെ ഇന്ത്യക്കാർ പോയെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, അത് നമ്മുടെ ഇന്ത്യക്കാരല്ല. പണ്ട് ഇതിനൊരു കാരണമായിട്ട് പറയുന്നത്, പണ്ട് നമ്മളെ ക്രിസ്റ്റഫർ കൊളംബസ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് പുള്ളിക്ക് വഴിതെറ്റി എവിടെ ചെന്നെത്തി? അമേരിക്കയിൽ ചെന്നെത്തി. പുള്ളി പക്ഷേ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അതെന്താണ് ഇന്ത്യ അല്ല എന്ന്. അതുകൊണ്ട് പുള്ളി ഇവിടെ ഉള്ളവരൊക്കെ എന്ത് വിളിച്ചു? ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവിടെ ഉള്ളവരെ ഇന്ത്യനുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അതായത് റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യാന എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? എന്തായാലും ഇവരെന്തല്ല, നമ്മളെ ഇന്ത്യക്കാരുടെ ഭാഗവും അവരുടെ ബന്ധുക്കളും ഒന്നും അല്ല. നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് തെറ്റുപറ്റിയത് കാരണം എന്താണ് സംഭവിച്ചൊരു പിഴയാണ് ഇവരെ ഇന്ത്യൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്നാൽ അവിടെയുള്ള ഒറിജിനൽ ട്രൈബുകളെ ഇന്ത്യൻസ് എന്ന് വിളിക്കും. അതായത് ഇപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെയുള്ള നമ്മൾ ഈ കാണുന്ന വെളുത്ത സായിപ്പന്മാർ അവിടുത്തെ ഒറിജിനൽ ആൾക്കാരല്ല. അവർ പണ്ട് യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്തതാണ്, കുടിയേറി താമസിച്ചവരാണ്. പിന്നീട് അവിടെ എന്തായിട്ട് മാറുന്നത്, ആൾക്കാരായിട്ട് മാറുന്നത്. അവിടുത്തെ ഒറിജിനൽ ആൾക്കാരെന്ന് പറയുന്നത് ഇത്തരം എന്താണ് ട്രൈബൽ ഗ്രൂപ്പുകളാണ്. അതായത് നീഗ്രോയിഡിനകത്തൊക്കെ വരുന്ന ആൾക്കാർ തന്നെയാണ് അവിടെയുള്ള ഒറിജിനൽ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള സായിപ്പന്മാരൊക്കെ യൂറോപ്പിൽ നിന്ന് പണ്ട് പോയതാണ്. അത് നിങ്ങൾ അമേരിക്കൻ റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പഠിക്കും. ഓക്കെ, തീർത്ഥാടക പിതാക്കന്മാർ എന്നൊക്കെ പറയും. ഓക്കെ, അവരവിടെ നിന്ന് പണ്ട് യൂറോപ്പിൽ നിന്ന് നാട് വിട്ടിട്ട് അങ്ങ് പോയതാണ്. ശരി, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ത്യൻ ട്രൈബ്സ് ഓഫ് ആമസോൺ ബേസിനും ഉണ്ട്. പിന്നെ നോക്കിയ മലേഷ്യയിലെ ഒറാങ് അസ്ലി എന്ന് പറയുന്ന ട്രൈബുകൾ ഇവിടെ കാണപ്പെടാറുള്ള ട്രൈബൽ ഗ്രൂപ്പുകളാണ്. പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ ബേസിനിലെ ഇന്ത്യൻ ട്രൈബുകൾ, അതുപോലെ തന്നെ മലേഷ്യയിലെ ഒറാങ് അസ്ലി എന്ന് പറയുന്ന ട്രൈബുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അവരറിയാമല്ലോ, അവരങ്ങനെ മോഡേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അവർ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹണ്ടിങ്ങും അതുപോലെ ഗ്യാതറിങ്ങും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫിഷിങ്ങും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചുറ്റും കാണുന്ന മൃഗങ്ങളെ ഹണ്ട് ചെയ്ത് കഴിക്കുക, പഴങ്ങൾ കളക്ട് ചെയ്യുക. ഹണ്ടർ ഗ്യാദറേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആദിമ മനുഷ്യന്മാരെ പറ്റി നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. അവർക്ക് നമ്മുടെ ഈ ലോകവും ഇൻ്റർനെറ്റും കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അറിവൊന്നും ഇല്ല. ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനെ സ്ലാഷ് ആൻഡ് ബേൺ എന്നും വിളിക്കും. കാരണം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഒരു നടും, പിന്നെ അത് ക്ലിയർ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, അതിനെ ബേൺ ചെയ്യും. ആ പറയുന്ന മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നവരെ അവർ കൃഷി ചെയ്യും, എന്നിട്ട് അതിനെ വിട്ടിട്ട് പോകും. അപ്പോൾ അവിടെ നിന്നാണ് സെക്കൻഡറി ഫോറസ്റ്റുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ ഫോറസ്റ്റിലോട്ട് പോകും. ഇത് എത്രയുള്ള സംഭവം എന്ന് പറയുന്നു.
ഇനി ഇവിടെ നടന്ന പ്രധാനപ്പെട്ട ചെടികളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ടപ്പിയോക്ക, നമ്മുടെ മരച്ചിനി, അതിനെ ഇവർ മണിയോക്ക് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മണിയോക്ക. പിന്നെ യാം, മെയ്സ്, ബനാന, ഗ്രൗണ്ട് നട്ടൊക്കെയാണ് പ്രൈമറി ആയിട്ട് ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കണ്ടോ, പിന്നീട് യൂറോപ്യന്മാർ അവിടെ നിൽക്കാതെ ഇവന്മാർ പല കോളനികൾ ഉണ്ടാക്കാൻ നടന്ന കാലത്ത് യൂറോപ്യന്മാർ വന്നതോടെ ഇവിടെ എന്ത് വന്നു? പ്ലാന്റേഷൻ അഗ്രികൾച്ചർ വന്നു. എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചിരുന്ന ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പുകൾക്കിടയിലോട്ട് യൂറോപ്യന്മാർ വന്നിട്ട് അവിടെ എന്ത് തുടങ്ങി? പ്ലാന്റേഷൻ തുടങ്ങി. പ്ലാന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ എന്ത് വിളിക്കും? തോട്ടം അറിയാലോ, വാഴത്തോട്ടം, റബ്ബർ തോട്ടം, കമുകിൻ തോട്ടം, അങ്ങനെ തോട്ടങ്ങൾ തുടങ്ങുകയും അങ്ങനെ അവിടെ എന്ത് ചെയ്തു? പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ആരംഭിക്കുകയും ചെയ്തു. The prevailing climate in the region has proven to be highly favorable for the cultivation of certain crops that are highly significant for the industrial purpose. എന്ന് വെച്ചാൽ നല്ല മഴയും നല്ല വെയിലും കിട്ടുന്ന ഈ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഇൻഡസ്ട്രിയലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല ക്രോപ്സുകൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, കൊക്കോ, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ വളരും. അപ്പോൾ എന്ത് പറ്റി? ഈ സായിപ്പന്മാർ വന്നിട്ട് ഇവിടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഓയിൽ പാം, എണ്ണ അല്ലെ പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ഓയിൽ പാം, അതുപോലെ തന്നെ കൊക്കോ പോലെയുള്ളതിൻ്റെ തോട്ടങ്ങൾ തുടങ്ങുകയും ഈ പറയുന്ന ആഫ്രിക്കക്കാരെ അല്ലെങ്കിൽ ഈ പറയുന്ന സൗത്ത് അമേരിക്കക്കാരെ അവിടുത്തെ പണിക്കാരാക്കി അടിമകളാക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റബ്ബർ, മലേഷ്യയുടെ ഭാഗത്തൊക്കെ നമ്മളൊക്കെ ഇന്ത്യയുടെ ഒക്കെ ഒരു അടുപ്പിച്ച് ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ റബ്ബർ നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്തു. മറ്റ് സ്ഥലങ്ങളിൽ കൊക്കോയും പിന്നെ ഓയിൽ പാമ്പൊക്കെയാണ് ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മറ്റ് പ്രധാനപ്പെട്ട പ്ലാന്റേഷൻ ക്രോപ്സിനകത്ത് വരുന്നതാണ് ഓയിൽ പാമ്പ്, കോക്കനട്ട്, ഷുഗർ കെയിൻ, കോഫി, ടീ, ബനാന ആൻഡ് പൈനാപ്പിൾ തോട്ടം അല്ലെ പൈനാപ്പിൾ തോട്ടം, വാഴത്തോട്ടം, തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം, ഷുഗർ കെയിൻ, കരിമ്പൻ തോട്ടം അല്ലെ തോട്ടങ്ങളെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇവിടെ ഒരു ചെടി ഒരു വലിയ ഏരിയയിൽ അത് മാത്രമായിട്ട് നട്ട് വളർത്തുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൂടുതലും നൊമാഡ്സ് ആണ് ഇവിടെ ഉള്ളവർ. നേരത്തെ പറഞ്ഞു ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടും താമസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കുടിലുകളിലാണ് അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. അവർക്ക് ലോക്കലി അവൈലബിൾ ആയ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ വീടുകൾ വീടുകൾ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഭാവിയിൽ നിങ്ങൾ പഠിച്ച് അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി, അവിടെ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഈ പറയുന്ന വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമോ അവൻ കാട്ടിയാധികാരെ പോലെ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെന്ന്? അങ്ങനെ കാര്യമില്ല കേട്ടോ. ഇങ്ങനെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബ്സ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയൊന്ന് വിചാരിക്കരുത്. ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്നു. ഓക്കെ, വി ഷുഡ് നെവർ അസ്യൂം ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലിവിംഗ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആർ either പ്രിമിറ്റീവ് ട്രൈബ്സ് ഓർ നൊമാഡ്സ്. അങ്ങനെ ഒരു മുൻ ധാരണകളൊന്നും നമ്മൾ ചെയ്ത് വയ്ക്കരുത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചു അല്ലേ, നമ്മൾ അവരെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് കളയരുത്. അവരെല്ലാവരും അങ്ങനെയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. മോഡേൺ സിറ്റികളായിട്ടുള്ള പല സിറ്റികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജക്കാർത്ത, സിംഗപ്പൂർ എന്നൊക്കെ നിങ്ങൾക്ക് കാട്ടിയധികാരമായിട്ട് തോന്നുന്നുണ്ടോ? ബൊഗോട്ടയെ പറ്റി നമ്മൾ പറഞ്ഞു. ക്വിറ്റോ, ഇക്വിറ്റാസ്, മനോസ്, ബെലീം സിറ്റീസ്, ഈ സിറ്റികളൊന്നും എനിക്കും അറിഞ്ഞൂടെ കേട്ടോ. ആമസോണിനകത്തൊക്കെ ഉള്ളതൊക്കെ എന്താണ്? ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ്. അവരൊക്കെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റികളാണ്. അതാ കണ്ടോ, ഇക്വിറ്റാസ് കണ്ടോ, ബൊഗോട്ട കണ്ടോ, ആമസോൺ ഫോറസ്റ്റ് ആൻഡ് മനൌസ് സിറ്റി കണ്ടോ, ഫോറസ്റ്റിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടോ, അടിപൊളി സിറ്റിയാണ് സിറ്റി ചെയ്ത് വെച്ചേക്കുന്നത്. സിംഗപ്പൂരിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ, നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്തോളണം? ഓർത്ത് വെച്ചോളണം. അപ്പോൾ ഹ്യൂമൻ ലൈഫ് നോക്കിയേ, പോപ്പുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പാഴ്സ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവിടുത്തെ ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റ് കാരണം. എങ്കിലും ഇവിടെ എന്തുണ്ട്? നേറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട്. ആരൊക്കെ വരും? പിഗ്മികളുണ്ട് സെൻട്രൽ ആഫ്രിക്കയിലെ, സൗത്ത് അമേരിക്കയിലെ, ആമസോണിലെ ഇന്ത്യൻ ട്രൈബ്സുകളുണ്ട്, മലേഷ്യയിലെ ഒറാങ് അസിൽ എന്ന ട്രൈബ്സും ഉണ്ട്. അവരുടെ ജീവിതമാർഗ്ഗം എന്താണ്? ഹണ്ടിങ്ങും ഫിഷിങ്ങും ഗ്യാതറിങ്ങും ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും ആണെന്ന് പറയാൻ പറ്റും. അവർ നടത്തുന്ന കൃഷി രീതിയെ വിളിക്കുന്ന പേര് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നു. എന്താ സംഭവം? അവർ മരങ്ങളെ കട്ട് ചെയ്യും, അതിനെ ബേൺ ചെയ്യും, എന്നിട്ട് ക്ലീൻ ചെയ്യും, അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നവരുടെ കൃഷി ചെയ്യും, എന്നിട്ട് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. ടപ്പിയോക്കയും യാമും മെയ്സും ബനാനയും ഗ്രൗണ്ടിനട്ടും ഒക്കെയാണ് പ്രധാനപ്പെട്ട കൃഷി വിളകളെന്ന് പറയുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കൊളോണിയൽ പീരീഡ് വരുന്നതോടുകൂടി പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ആരംഭിക്കുന്നു. പ്ലാന്റേഷൻ ക്രോപ്സ് വരുന്നു. ഉദാഹരണം റബ്ബർ, കൊക്കോ, ഓയിൽ പാം, കോക്കനട്ട്, ഷുഗർ, കോഫി, ടീ, ബനാന, പൈനാപ്പിൾ. വീടുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഹൗസിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നൊമാഡിക് ലൈഫാണ് നടത്തുന്നത്. സോ ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും അവർ വീട് നിർമ്മിക്കുന്നത്. ഓക്കെ, ഈ വെറ്റ് ഫോറസ്റ്റ് എൻവയോൺമെൻറ്റിന് പറ്റുന്ന രീതിയിൽ ആണ്. എങ്കിലും ഇവിടെ എന്തുണ്ട്? അർബൻ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അല്ല, ഇറ്റ് ഈസ് റോങ് ടു അസ്യൂം ദാറ്റ് എവ്രി വൺ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ ഈസ് ട്രൈബ്സ് ഓർ നോമാഡ്. അങ്ങനെയല്ല. മോഡേൺ സിറ്റീസും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. സൗത്ത് അമേരിക്കയിലെ ഇക്വിറ്റാസും ക്വിറ്റോയും ബൊഗോട്ടയും, ആമസോൺ ബേസിലാണെങ്കിൽ മനോസും ബെലൈമും, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ സിംഗപ്പൂരും ജക്കാർത്തയൊക്കെ നമുക്ക് അറിയാം. മാത്രമല്ല ഇവർ
നല്ല രീതിയിൽ റാപ്പിഡായിട്ടുള്ള ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒക്കെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇതുവരെ മതി. ഇത്രയും പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇവിടുത്തെ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ചലഞ്ചസുകളെ പറ്റിയിട്ടാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് കുറേ സമയമായില്ലേ. അപ്പോൾ ചലഞ്ചസിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ക്ലൈമാറ്റിക് റീജിയനിലോട്ട് പോവാം. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.